ഈ ആൾക്കാർ നമ്മുടെ നാട്ടിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇഷ്ടം പോലെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പൈസ കളഞ്ഞവരാണ് മിക്കവാറും ആൾക്കാർ. ഒന്നെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഷെയറിലായിരിക്കുമോ, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും. എവിടെയെങ്കിലും കൊണ്ട് പൈസ ഇട്ട് കളഞ്ഞവരായിരിക്കും ഒരുമാതിരിപ്പെട്ടവർ. ശ്രമിക്കുന്നവർ, ഒന്നും ശ്രമിക്കാത്ത, ജീവിതത്തിൽ ഒന്നും ചെയ്യാത്ത ആൾക്കാർക്കൊരു ലോസും വന്നിട്ടുണ്ടാവില്ലെന്ന് വേണേൽ പറയുന്നവർ കാണുമായിരിക്കും. അതാണ് ഏറ്റവും വലിയ ലോസ്. അത് ഒന്നും ട്രൈ ചെയ്യാതെ ഒന്നും കളയാതിരുന്നു എന്നുള്ളതിനെ കുറിച്ചല്ല, ഒന്നും ചെയ്യാതിരുന്നതാണ് ഏറ്റവും വലിയ ലോസ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ നമ്മൾ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ പല ആൾക്കാരും പറയുന്നത്, ഒന്നും കളഞ്ഞിട്ടില്ല എന്ന് വളരെ അഭിമാനത്തോടെ പറയുന്ന ആൾക്കാരെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ അപ്പനും അമ്മയും അതൊന്നും കളഞ്ഞിട്ടില്ല. ഒന്നും കളയാത്തത് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ്. ഇത് ആൾക്കാർക്ക് മുഴുവനും ഒരിക്കൽ കളഞ്ഞിട്ടുണ്ടാവും. കളഞ്ഞതിന് ശേഷം അതിനകത്ത് നിന്ന് കറക്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് കയറി വരുന്നവരാണ് സക്സസ് ആകുന്നത്. അല്ലാതെ ഒന്നും ചെയ്യാതിരിക്കുന്നവരല്ല. ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഫെയിലിയറാണ്. ഒന്നും ചെയ്യാതെ എന്തുമാത്രം ആൾക്കാർ വളരെ റിഗ്രറ്റോട് കൂടി മരിച്ചു പോകുന്നറിയോ. അതായത് ജീവിതത്തിൽ ഒന്നും ചെയ്യാതെ. ചെറുപ്പത്തിൽ എനിക്ക് എത്രയോ ആൾക്കാരെ അറിയാം, എത്രയോ പ്രായമായി, ഇപ്പോഴും ഒരാഗ്രഹം എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് ചെയ്യണം, ഇത്രയും കാലമൊക്കെ ജോലി ചെയ്ത് എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ടിരിക്കുന്ന ആൾക്കാർ, 10, 15, 20 വർഷമായിട്ട് ഇത് കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റിസ്ക് എനിക്ക് പറ്റിയില്ല, എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരു സീറോ റിസ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെ ലോകത്തിലൊരു സംഭവമില്ല. എന്ത് കാര്യത്തിനും ഒരു സർട്ടൻ ലെവൽ ഓഫ് റിസ്ക് ഉണ്ട്. പക്ഷേ ആ റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ് ഒരു എൻ്റർപ്രണർ ആവുള്ളൂ. ഒരു റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയാണ് ഒരു എൻ്റർപ്രണറുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ശരീരത്തെ സെല്ലുകൾ, 40 മില്യൺ സെല്ലുകൾ നമ്മൾ കുറച്ചുകൂടെ അലർട്ടായിട്ട് നമ്മൾ വലിയ ലക്ഷ്യം മനസ്സിൽ കണ്ട് വലിയ ലക്ഷ്യങ്ങളെ താലോലിച്ച് വലിയ ഡ്രീമുകളെ താലോലിച്ച് ജീവിക്കുന്ന ആൾക്കാർ, നമ്മുടെ സെല്ലുകളെല്ലാം ഒരു പർട്ടിക്കുലർ അലൈൻമെൻറ്റിലേക്ക് വരും. നമ്മൾ ടയേർഡാകുന്നത് നമ്മുടെ സെല്ലുകൾ മിസ്അലൈൻമെൻറ്റ് വരുമ്പോഴാണ്. ആ മിസ്അലൈൻമെൻറ്റ് വരുന്നത് നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ സെല്ലുകളെല്ലാം അലൈൻമെൻറ്റിൽ വരും. അത് ഒരു റിതത്തിലേക്ക് വരും. ആ റിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ടിലേക്ക് വരും. നമ്മൾ ജീവിതത്തിലെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കാനാണ്, ആ ട്രാക്കിലാണെന്നോ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ നമുക്ക് ബോധ്യമുള്ളവരെ സംബന്ധിച്ച് ടയേർഡോ ഉറക്കോ ഒന്നും ഉണ്ടാകത്തില്ല. നാച്ചുറലായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത്, നമ്മളറിയാവുന്ന പല ആൾക്കാരും, ഒരുപക്ഷെ ചിലപ്പോൾ ഡോക്ടേഴ്സും പല ആൾക്കാരും നമ്മളെ അഡ്വൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, 8 മണിക്കൂർ കിടന്ന് ഉറങ്ങണം. 8 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരാൾ ജീവിതത്തിൻ്റെ 25 വർഷം കിടന്ന് ഉറങ്ങാനാണോ ഈ പറയുന്നത്? അത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയും നമ്മളെ തോന്നിവാസം കണ്ണിൽ കാണുന്ന ചപ്പും ചവറെല്ലാം വാരി വലിച്ച് കഴിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് കറക്റ്റായിരിക്കും. കാരണം രാത്രി നമുക്ക് യാതൊരു സെൻസും ഇല്ല, ഫുഡിനെക്കുറിച്ച് യാതൊരു സെൻസും ഇല്ല. നമ്മുടെ ബോഡിയിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാമല്ല. നമ്മുടെ വീട്ടിലെ ഒരു ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ മിക്സിയോ 2 വീലറോ വരെ എന്തൊഴിക്കണം, എന്ത് പെട്രോൾ ഒഴിക്കണം, എന്ത് എഞ്ചിൻ ഓയിൽ ഒഴിക്കണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എപ്പോൾ സർവീസ് ചെയ്യണം നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് ഈ പ്രകൃതി തന്നിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്താണ്, നമ്മളാണ്. ഇത് പ്രോപ്പറായിട്ട് പ്രവർത്തിപ്പിക്കാൻ പലർക്കും അറിയില്ല. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു ഫുഡ് എങ്ങനെയാണ് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത്, അത് എപ്പോൾ കഴിക്കണം, എന്ത് കഴിക്കണം, അതുപോലെ നമ്മളാരും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളത് ആവശ്യം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ബാങ്കിൽ കിടക്കുന്ന ബാലൻസോ നമ്മുടെ കെട്ടിടമോ നമ്മുടെ വീടോ നമ്മുടെ കാറോ ആണെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചു. സമൂഹം തന്നിരിക്കുന്ന കുറേ സ്റ്റാൻഡേർഡിൻ്റെ പുറകെ അതിനൊപ്പം എത്താൻ വേണ്ടി നമ്മൾ കോമ്പറ്റ് ചെയ്ത് ജീവിക്കുന്ന സ്ഥാനത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ വെൽത്തിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, ഫുഡിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ പുതിയൊരു ലേണിംഗ്, പുതിയൊരു ലൈഫ് നമ്മൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലേൺ ചെയ്തിരുന്ന പലതും അൺലേൺ ചെയ്ത് റീലേൺ ചെയ്യേണ്ടി വരും. നമ്മൾ സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ട്രാക്കിൽ കൂടെ തന്നെ നമ്മൾ ആവറേജ് ആകാൻ തീരുമാനിക്കരുത്. നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആവണമെങ്കിൽ സംതിങ് എക്സ്ട്രാ നമ്മൾ മനസ്സിലാക്കി ആ സംതിങ് എക്സ്ട്രാ നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആകുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ സ്കില്ലും ലീഡർഷിപ്പും ആയിരിക്കും. അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, ബെറ്റർ പേഴ്സൺ ആകാൻ ശ്രമിക്കുക. ഓരോ ദിവസവും നമ്മുടെ കോമ്പിറ്റൻസിയും ക്യാരക്ടറും ബെറ്റർ ആക്കി എടുത്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മുടെ സ്കില്ലുകൾ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കോമ്പിറ്റൻസിയും നമ്മുടെ ക്യാരക്ടർ എന്ന് പറയും, ക്യാരക്ടറും കോമ്പിറ്റൻസിയും ഓരോ ദിവസവും നമ്മൾ കൂടുതൽ ഹോണസ്റ്റ് ആവുക, കൂടുതൽ സത്യസന്ധത, ചുമ്മാ തമാശന് പോലെ നുണ പറയാതിരിക്കുക, കൂടുതൽ ഹോണസ്റ്റ് ആയിരിക്കുക, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക. ലൈഫ് നമ്മൾ തീർച്ചയായിട്ടും സെറ്റാകും.